ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. എല്ലാവർക്കും PSC ഇംഗ്ലീഷിലെ പുതിയ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈഡ് എന്ന വേർഡിനോടൊപ്പം യൂസ് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രിപ്പോസിഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് ടിപ്സുമാണ്. സോ നമുക്ക് ഫസ്റ്റ് ഡൈഡ് എന്ന വേർഡിനോടൊപ്പം യൂസ് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രിപ്പോസിഷൻസിനെ കുറിച്ച് പഠിക്കാം. ഡൈഡ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? മരിച്ചു എന്നാണ് മീനിങ്. സോ ഡൈഡ് ഓഫ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ ശരിയായ പ്രയോഗം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡൈഡിനോടൊപ്പം ഓഫ് ആണ് ചേർക്കേണ്ടത് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് കോസ് ഓഫ് ഡെത്ത് ഈസ് ഡ്യൂ ടു എനി ഡിസീസ്, ഏതെങ്കിലും കാരണം കൊണ്ട്, ഏതെങ്കിലും അസുഖം മൂലമുണ്ടാകുന്ന കാരണം കൊണ്ട് മരിക്കുന്ന ആ ഒരു മരണത്തിനെയാണ് നമ്മൾ ഡൈഡിനോടൊപ്പം ഓഫ് ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ? രോഗകാരണമുള്ള മരണത്തെ സൂചിപ്പിക്കാനാണ് ഡൈഡിനോടൊപ്പം ഓഫ് ചേർക്കേണ്ടത്. അപ്പോൾ പലതരം രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസർ അതുപോലുള്ള മറ്റ് രോഗങ്ങൾ. അപ്പോൾ അത്തരം രോഗങ്ങൾ മൂലം ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മളവിടെ പറയുന്നത് ഡൈഡ് ഓഫ് എന്നാണ്. അത് പഠിച്ചു വെക്കുക. രോഗകാരണമുള്ള മരണത്തെ സൂചിപ്പിക്കാനാണ് ഡൈഡിനോടൊപ്പം ഓഫ് ചേർക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിക്കേ. ഹി ഡൈഡ് ഡാഷ് ക്യാൻസർ. ഓക്കെ, ഹി ഡൈഡ്, അവൻ മരിച്ചു, ക്യാൻസർ കാരണം മരിച്ചു. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ആ ഒരു രോഗം മൂലമാണ് മരിച്ചത്. അങ്ങനെ രോഗം മൂലമാണ് മരിക്കുക എന്നുണ്ടെങ്കിൽ ആ ഡൈഡ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഓഫ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ. ബൈ, ഓഫ്, വിത്ത്, ഫ്രം. ഇതിനകത്ത് ഏതാണ് ശരിയായ ആൻസർ? ഓഫ് ആണ് ശരിയായ ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രോഗകാരണമുള്ള മരണത്തെ സൂചിപ്പിക്കാനാണ് ഡൈഡിനോടൊപ്പം ഓഫ് ചേർക്കേണ്ടത്. സോ ഹി ഡൈഡ് ഓഫ് ക്യാൻസർ. ഡൈഡ് ഓഫ് ക്യാൻസർ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഈ ഡൈഡിനോടൊപ്പം തന്നെ ഫ്രം യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്? ഡെത്ത് ഡ്യൂ ടു അതർ റീസൺസ്, മറ്റു പല കാരണങ്ങൾ കൊണ്ടും മരണം സംഭവിക്കാം. അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഡൈഡിനോടൊപ്പം ഫ്രം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് രോഗകാരണമല്ലാത്ത മരണം സൂചിപ്പിക്കാൻ ഡൈഡിനോടൊപ്പം ഫ്രം ചേർക്കുന്നു. ഡൈഡ് പ്ലസ് ഫ്രം ആണ് വരുന്നത്. ഓക്കെ, രോഗകാരണമല്ലാത്തെന്ന് പറയുമ്പോൾ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന അത്, പിന്നെ അതുപോലെ തന്നെ സൂയിസൈഡ്. അപ്പോൾ അങ്ങനെ അത്തരം കേസുകളിലൊക്കെ നമ്മൾ ഡൈഡിനോടൊപ്പം ഫ്രം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഷീ ഡൈഡ് ഡാഷ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി. സോ ഷീ ഡൈഡ് ഡാഷ് സ്റ്റാർവേഷൻ. ഇവിടെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വരും? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഡൈഡിനോടൊപ്പം എന്താണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ? ഓഫ് ആണോ? അല്ല. ഓഫ് അല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഇവിടെ മരിച്ചിരിക്കുന്ന വ്യക്തി സ്റ്റാർവേഷൻ, പട്ടിണി മൂലമാണ് മരിച്ചിരിക്കുന്നത്. ഒരു അസുഖം മൂലമാണ് മരിച്ചതെങ്കിൽ നമുക്ക് ഓഫ് ചേർക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ പട്ടിണി മൂലമാണ് മരിച്ചതുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാൻ പറ്റില്ല? ഓഫ് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഓഫ് അല്ല, ഓപ്ഷൻ എ തെറ്റാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി എന്താണ്? ഫ്രം. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓഫ്, ഫ്രം, വിത്ത്, ബൈ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിയായ ആൻസർ ഏതാണ്? ഫ്രം ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. സോ ഷീ ഡൈഡ് ഫ്രം സ്റ്റാർവേഷൻ എന്നാണ് വരുന്നത്. ഫ്രം സ്റ്റാർവേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രോഗം കാരണമല്ലാത്ത മരണം സൂചിപ്പിക്കാനാണ് ഡൈഡിനോടൊപ്പം ഫ്രം ചേർക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? രോഗം മൂലം ഉണ്ടാകുന്ന മരണത്തെ സൂചിപ്പിക്കാൻ ഡൈഡിനോടൊപ്പം ഓഫ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഡൈഡ് എന്ന് പറയുന്ന ഒരു വേർഡ്, മീനിങ് എന്താണ്? മീനിങ് മരിച്ചു എന്നാണ്. അപ്പോൾ ഇതിനോട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് രണ്ട് പ്രിപ്പോസിഷൻസ് ആണ്. ഒന്ന് ഓഫും ഒന്നെന്താണ്? ഫ്രമ്മും. അപ്പോൾ ഇവിടെ ഈ ഓഫ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരാൾ മരിച്ചു. അപ്പോൾ ആ ഒരു മരണ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിഞ്ഞത് അയാൾക്കൊരു അസുഖം ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അസുഖം മൂലം മരിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം, ഡൈഡിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കണം? ഓഫ് ചേർക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തി ഒരു ആക്സിഡന്റിലോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡിലോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാൽ, അതായത് അസുഖം അല്ലാത്ത രീതിയിൽ മരിച്ചു, രോഗകാരണമല്ലാത്ത രീതിയിൽ മരിച്ചു. അപ്പോൾ ആ ഡൈഡിനോടൊപ്പം നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ഫ്രം ആണ് ചേർക്കേണ്ടത്. ഇത് രണ്ടും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ.
ഇനി നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിൽ ആ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവും, ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ ടാഗ് വരുന്നത് പോസിറ്റീവും ആയിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ബേസിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ കുറച്ച് ടിപ്സാണ് കൊടുത്തിരിക്കുന്നത്. അറിയാവുന്നതായിരിക്കാം, എന്നാലും അറിയാത്തവരുമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ടിപ്സ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ടിപ്പ് നോക്കിക്കേ. ലെറ്റേഴ്സ് ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടാൽ നിങ്ങൾ അതിൻ്റെ ടാഗ് എഴുതുമ്പോഴത്തേക്കും ഷാൾ വി ആണ് എഴുതേണ്ടത്. ഓക്കെ, ഷാൾ വി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെറ്റസ് ഗോ ഫോർ എ മൂവി. നമുക്കൊരു മൂവി കാണാൻ പോകാം. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരും? ഷാൾ വി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലെറ്റ് മീ ആണെങ്കിൽ എന്താണ്? ഷാൾ ഐ. ഇവിടെ മീ വന്നതുകൊണ്ടാണ് ഐ എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റസ് വന്നാൽ ഷാൾ വി, ലെറ്റ് മീ വന്നാൽ ഷാൾ ഐ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ്ഡ് ടു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ്ഡ് ടു എപ്പോൾ കണ്ടാലും നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഡിഡിൻറ്റ് എഴുതുക. ഡിഡിൻറ്റ് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതാം. ഹി ഓർ ഷീ, ഐ, ഇറ്റ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വരാം. എങ്കിലും യൂസ്ഡ് ടു വന്നാൽ എന്താണ് യൂസ് ചെയ്യേണ്ടുന്നത്? ഡിഡിൻറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു നെഗറ്റീവ് സെൻറ്റൻസിൽ ഐ ആം വന്നു, അതായത് ഐ ആം നോട്ട്, അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് വന്നു. ഓക്കെ, ഐ ആമിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് വേർഡും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ എന്നായിരിക്കും. ആം ഐ. ഇനി അടുത്തത് ഒരു പോസിറ്റീവ് സെൻറ്റൻസിലാണ് ഐ ആം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആമിൻ്റെ എന്ന് ഒരിക്കലും പറയില്ല. അയാമിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ടാഗ് എന്ന് പറയുന്നത് ആറിൻ്റ് ഐ ആണ്. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ടാഗിലെ ട്രിക്സ്. ഒന്നുകൂടെ പറയാം. ലെറ്റസ് വന്നാൽ ഷാൾ വി, ലെറ്റ് മീ വന്നാൽ ഷാൾ ഐ. ഇനി യൂസ്ഡ് ടു എവിടെ കണ്ടാലും എന്താണ് എൻ്റെ ആൻസർ? ഡിഡിൻറ്റ്. ഇനി അയാമിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് വേർഡ്, ഇവിടെ ഞാൻ നോട്ട് ചേർത്തന്നേ ഉള്ളൂ. നോ, നോട്ട്, നെയ്തർ, സെൽഡം, ബിറ്റർലി, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ്സിനോടൊപ്പമാണ് ഈ അയാമ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം പിന്നെ നോട്ടൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആം ഐ എന്നായിരിക്കും. അടുത്തതാണ് നോക്കിക്കേ. ഒരു പോസിറ്റീവ് സെൻറ്റൻസിൽ അയാം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, നെഗറ്റീവ് ആകുമ്പം ആമിൻ്റെ ഐ എന്നായിരിക്കും എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് എങ്കിൽ അതിപ്പോൾ തന്നെ തിരുത്തിക്കോളൂ. ആമിൻ്റെ ഐ എന്നല്ല, ആറിൻ്റെ ഐ എന്നാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.